അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ അറിഞ്ഞോ എന്നെനിക്കറിയില്ല, നമ്മുടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അത് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട, വളരെ മർമ്മപ്രധാനമായ, ഇന്ത്യ നടപ്പിലാക്കാൻ പോകുന്ന വലിയൊരു പ്രഖ്യാപിത നയമാണ്. എല്ലാവരും ചാണകം സുഗന്ധദ്രവ്യമായി കാണണം, ഇല്ലെങ്കിൽ ഇവിടെ പൗരത്വ അവകാശം നിഷേധിക്കപ്പെടും. ഇത് പറഞ്ഞത് ഞാനല്ല, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ്. എന്ത് അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. പല രാജ്യങ്ങളും ആധുനിക സംവിധാനങ്ങൾ തേടി ഉയർന്നുയർന്നുയർന്ന് പടർന്നു പന്തലിച്ചു വലുതാവുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ചാണകത്തിൻ്റെയും പശുവിൻ്റെയും പശുവിൻ മൂത്രത്തിൻ്റെയും പേരിൽ അടിയും ഇടിയും കൊലപാതകവും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പശു തരുന്ന പാലിൻ്റെ വിഷയത്തിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. എന്നെ ഏറെ ദുഃഖിപ്പിച്ചൊരു വിഷയം, ഒരു വീഡിയോ. ഡൽഹി ലക്ഷ്മിബായി കോളേജിലെ പ്രിൻസിപ്പൽ ചൂട് കൂടിയ കാരണത്താൽ ഭിത്തിയിൽ ചാണകം തേച്ച് സുഖിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളെയല്ല, നമ്മുടെ സംഘിക്കുട്ടികളെ. എന്നാലേ പ്രമോഷൻ കിട്ടുള്ളൂ. ഏതായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അമൃത മുരളിയുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അമൃത, എന്താണ് സംഭവം? ക്ലാസ് മുറിയിലെ ചുവരിൽ ചാണകം തേച്ച ദില്ലി ലക്ഷ്മിബായ് കോളേജിലെ പ്രിൻസിപ്പലിനെതിരെ NSU. പ്രിൻസിപ്പൽ കാട്ടിയത് RSS മനോഭാവമാണെന്നാണ് ആരോപണം. മുറിയിലെ ചൂട് കുറയ്ക്കാനുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ചുവരുകളിൽ ചാണകം തേച്ചത് എന്നാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. അമൃത മുരളിയുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അമൃത, എന്താണ് സംഭവം? രജനി, കഴിഞ്ഞ ദിവസമാണ് ദില്ലി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ലക്ഷ്മിബായ് കോളേജിലെ പ്രിൻസിപ്പൽ ഇത്തരത്തിൽ ക്ലാസ് മുറികളുടെ ചുവരുകളിൽ ചാണകം തേക്കുന്നതിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലാകെ വലിയ രീതിയിൽ പ്രചരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ NSU ദേശീയ പ്രസിഡന്റ് വരുൺ ചൗധരി തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ പ്രിൻസിപ്പലിന്റെ ഈ ഒരു നിലപാട് അത് RSS